അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് JEE എക്സാമിന് JEE എപ്പെക്സ് ബോർഡ് JAB എന്ന് നമ്മൾ പറയും. ആ JAB ആണ് ഇനി മുതൽ JEE എക്സാമിൻ്റെ ആദ്യത്തെ ഭാഗം കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഇത്ര വർഷം നമ്മൾ NTA അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇവരായിരുന്നു ഈ ഒരു എക്സാമിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഒരു നല്ല രീതിയിലുള്ള ഷിഫ്റ്റാണ് ഈ പ്രാവശ്യം IIT ആസ്പിരൻസ് ആയിട്ടുള്ള JEE ലെവലിൽ എക്സാം എഴുതുന്ന കുട്ടികളെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം, ഭൂരിഭാഗം ഒരു JEE എന്ന് പറയുമ്പോൾ ഒരു റിജക്ഷൻ ടെസ്റ്റാണ്. സാധാരണ നമ്മൾ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ JEE എക്സാമിനെ അറിയപ്പെടുന്നത് ഒരു കുപ്രസിദ്ധമാണ് എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ഈ റിജക്ഷൻ ടെസ്റ്റ് എന്ന് പറയും. എന്തുകൊണ്ടാണ് റിജക്ഷൻ ടെസ്റ്റ് എന്ന് പറയാൻ കാരണം? മെയിൻലി നല്ല ഡിഫിക്കൽട്ട് ലെവൽ കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് ഈവൻ NTA കണ്ടക്ട് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ JEE എപ്പെക്സ് ബോർഡ് എന്ന് പറയുമ്പോൾ എല്ലാ IITകളുടെയും എന്താണ്, ഒരു ഡയറക്ടർ ബോർഡിലുള്ള വ്യക്തികളുണ്ടാവും. അപ്പോൾ അവർ നടത്തുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വളരെ ടഫാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാനും IIT ലെവലിലുള്ള എക്സാംസ് എഴുതിയിട്ടുണ്ട്. ഈവൻ PhD വരെ, PhDയുടെ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട്, ഒരു എക്സാമിന് വേണ്ടിയിട്ടല്ല, 3 IITകളിൽ ഞാൻ അപ്ലൈ ചെയ്യുകയും അവിടെ എക്സാം എഴുതുകയും ചെയ്തിട്ടുണ്ട്, ക്വാളിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന IIT ലെവൽ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ NTA കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് നമുക്ക് ലോജിക്കൽ റീസണിങ് ലെവലാണ് ബേസിക് ആയിട്ടും ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ ഒരു IITയിലത്തെ പ്രൊഫസേഴ്സിൻ്റെ ആ ഒരു അസോസിയേഷനാണ് എന്താണ് നമ്മൾ JAB എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ ഒരു മാറിയ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം നമ്മൾ കാണാൻ എന്നുള്ളത്. പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ വാസ്തവം എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇതേവരെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ പോലെ ആകും എന്ന് ആരും തന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പോലത്തെ കുട്ടികൾ തന്നെയാണ് ഈ പറയുന്ന എക്സാം എഴുതാൻ പോകുന്നത്. ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 18, 19, 20 ആ ഏജിലാണ് കുട്ടികളെല്ലാവരും ഈ ഒരു എക്സാമിനേഷന് വേണ്ടി ഒരുങ്ങുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ആ ഒരു എക്സാം ടഫായി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റൈലാണ് നമുക്ക് വേണ്ടി സംസാരിക്കാം. അപ്പം എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അവർ എൻജിനീയറിങ്ങിന് തൃശ്ശൂർ തന്നെ കൊടകരയുള്ള സഹൃദയ എന്ന് പറയുന്ന എൻജിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഈ ടെസ്റ്റുകൾ നടത്തും. ടെസ്റ്റുകളെല്ലാം തന്നെ പെർസെൻറ്റൈലാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല എന്ന് വിചാരിക്കുക. 100 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് ടോപ്പർ എന്ന് പറയുന്ന ആളുടെ മാർക്ക് 20 മാർക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ 20 എന്ന് പറയുന്നത് 100ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ? അപ്പോൾ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും പെർസെൻറ്റൈൽ എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ട്. പക്ഷേ ശരിക്കും എന്താണ്, 20 മാർക്കാണ് ടോപ്പറിൻ്റെ മാർക്ക്. അപ്പം അതേപോലെ തന്നെ ടോപ്പറിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ഡിസൈഡർ ഫാക്ടറാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു ശതമാനക്കണക്കുകളിൽ ഒരു മാറ്റം വന്നാൽ പോലും പെർസെൻറ്റൈൽ എന്ന് പറയുന്ന ഭാഗം വരുമ്പോൾ ഏറെക്കുറെ നമുക്ക് പഴയൊരു മോഡൽ തന്നെ കർവ്, നമുക്ക് ഒരു ഇൻവേർട്ടഡ് ബെൽ കർവ് എന്നാണ് സാധാരണ പറയുക. ആ ഒരു ഇൻവേർട്ടഡ് ബെൽ ഷേപ്പിൽ തന്നെ ആയിരിക്കും
നമുക്ക് നമ്മളുടെ ആവറേജ് ഒക്കെ വരാം. ഈ IIT-കളുടെ ഈ ഒരു JEE എക്സാമിൻ്റെ ഒരു രസകരമായ ഒരു കാര്യം, ഒരു 50% മാർക്കാണ് കിട്ടുന്ന കുട്ടിയെങ്കിൽ ആ കുട്ടിക്ക് NIT-യിലെ സീറ്റ് ഉറപ്പാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയും, 150 മാർക്ക് ഉണ്ടായത് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് NIT. എന്താ ഉള്ളത്? കാലിക്കറ്റ്, കോഴിക്കോട് NIT ഉണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് നമ്മൾ പോകാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിച്ചിയിൽ NIT ഉണ്ട്, NIT ട്രിച്ചി. അതുപോലെ തന്നെ പോണ്ടിച്ചേരി, NIT പോണ്ടിച്ചേരി. അങ്ങനെ അടുത്ത് നമുക്ക് NITs ഉള്ള കാരണം കൊണ്ട് തന്നെ ഒരു 50% മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളിൽ തന്നെ സീറ്റ് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഇത് തന്നെ ഒരു 15% കൂടി എക്സ്ട്രാ വന്നു എന്ന് വിചാരിക്കാം. 65% എബോവ് ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ IIT ലെവലിലേക്ക് കയറി കൂടാനുള്ള ഒരു നല്ല ഒരു മാർഗമാണ്. അപ്പം ഇവിടെ ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 50% അല്ലെങ്കിൽ 65% എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാം വാരി കൂട്ടി പഠിക്കണം എന്ന് ഈ പറയുന്ന JEEക്ക് ഒരു മാനദണ്ഡമേ അല്ല. നേരെ മറിച്ച് എന്താണ്? പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണം. അതിൽ ഏത് രീതിയിൽ ചോദിക്കുകയാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആൻസർ കിട്ടുന്ന രീതിയിലായിരിക്കും. അപ്പം ഇതുവരെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ശൈലി എങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ. അതായത് എക്സാമിനേഷൻ്റെ പാറ്റേൺ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ 3 വിഷയങ്ങളിലും നമുക്ക് 20 ചോദ്യങ്ങൾ, അത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ABCD തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഓരോന്നിലും 5 ചോദ്യങ്ങളുണ്ട്. 10 ചോദ്യത്തിൽ 5 ചോദ്യം നമ്മൾ ചെയ്താൽ മതി. ആ 5 ചോദ്യങ്ങൾ നമ്മൾ സ്റ്റെപ്പൊക്കെ എടുത്ത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മൾ എഴുതേണ്ട ഒരു പരീക്ഷയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഭയങ്കര കാമായിരിക്കണം. നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ആ ദിവസത്തേക്ക് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള, സ്റ്റബോൺ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. കാരണം ആ ഡേ ഓഫ് എക്സാമിനേഷൻ തന്നെ വിജയിയെ നിശ്ചയിക്കുന്ന ഒരു ദിവസമാണ്. എനിക്കറിയാവുന്ന ഒരു മാമുണ്ട്. മാമിൻ്റെ മകള് നല്ല രീതിയിൽ പഠിച്ച് മിടുക്കിയാണ്. പക്ഷേ ഡേ ഓഫ് എക്സാമിനേഷന് ആൾക്ക് വയ്യ, ക്ഷീണം, തളർച്ച, പേടി, വിഭ്രാന്തി, അങ്ങനെയൊക്കെ ആയിട്ട് ആളുടെ മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടുന്നതിൻ്റെ വളരെ അടുത്ത പ്രദേശം, പ്രാന്തപ്രദേശത്തായി എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു യു എന്ന് പറഞ്ഞപ്പോൾ, സർ ഐ ജസ്റ്റ് ഗോട്ട് സിംപ്ലി നെർവസ് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. പക്ഷെ കൈവിട്ട് പോയി. അപ്പോൾ അത്രയും ടാലൻ്റ് ഉള്ള കുട്ടിയാണ്. ഷുവർ ഷോട്ടായിട്ട് ആൾക്ക് സീറ്റ് ഉറപ്പാണ്. പക്ഷെ എന്തുണ്ടായി? ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ആ മൈൻഡിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് പറ്റിയില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആ ദിവസത്തിന് ഇന്ത്യൻ സിനാരിയോയില് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ദിവസത്തിന്റെ ഇമ്പോർട്ടൻസ് പോലെ തന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? ആ സമയത്തിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഭയങ്കര കൂളായിട്ട് വേണം നമ്മൾ ആ എക്സാം, ഈ എക്സാം എന്ന് മാത്രമല്ല നമ്മൾ ഏതൊരു എക്സാമിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ആ ഒരു പാറ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ ആ രീതിയുണ്ട്. ആ രീതി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു കൂൾ മൈൻഡഡ്, സാധാരണ പറയാം കൂൾ ഹെഡഡ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയിലൂടെ നമ്മൾ കടന്നു പോകണം. എന്നാലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തുണ്ടാവുക? ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു ഡിസൈഡർ ആവാനുള്ള എല്ലാവിധ സാധ്യതകളും നമുക്ക് നിലനിൽക്കുകയാണ്. അപ്പോൾ ഫിസിക്സിലെ മൊത്തം എത്ര ചോദ്യമുണ്ട്? 25 ചോദ്യമുണ്ട്. 20 ചോദ്യം എന്ന് പറയുന്നത് MCQ ക്വസ്റ്റ്യൻ, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും 5 ചോദ്യം, 10 ചോദ്യത്തില് 5 ചോദ്യം മാത്രം എഴുതിയാൽ മതി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട്. അപ്പൊ 25 × 3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആയി? 75 ചോദ്യമായി. 75 ചോദ്യം × 4 എന്ന് പറയുമ്പോൾ നമുക്ക് 300 മാർക്കായി.
അപ്പൊ ഔട്ട് ഓഫ് 300 മാർക്സ് എന്ന് പറയുമ്പോൾ 150 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ NIT പോവാം. 150 മുതൽ 200 മാർക്ക് വരാണെങ്കിൽ നല്ല IIT ചാടി കയറി പോകാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു, ഒരെണ്ണം പഠിച്ചില്ല എന്നുള്ള ഒരു ടെൻഷൻ അവിടെ വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന കാര്യങ്ങൾ മനോഹരമായിട്ട് പഠിക്കുക. നമുക്കറിയാം JEE മെയിൻസ് ഉണ്ട്. JEE മെയിൻസ് ആണ് ആദ്യത്തെ എക്സാം. വർഷത്തിൽ 2 തവണയാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് JEE അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടമ്പ കടക്കാനുള്ളത്. ഈ വർഷത്തെ JEE മെയിൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ജനുവരി 24 തൊട്ട് ഫെബ്രുവരി 1 വരെയുള്ള ദിവസങ്ങളിലാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അതേപോലെ നമ്മുടെ രണ്ടാം പാർട്ട്, അതായത് +2 പരീക്ഷയ്ക്കും കഴിഞ്ഞ് ഏപ്രിൽ മാസം 1 തൊട്ട് 15 വരെയാണ് ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. അപ്പൊ ഒരു യുക്തിവശം നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ജനുവരി 24 തൊട്ട് ഫെബ്രുവരി 1 അധികം എന്താ പറയുക, ട്രാഫിക് ബ്ലോക്കുകൾ കുറവാണെന്ന് പറയും. കാരണം കൂടുതൽ ആളുകളും ഈ പറയുന്ന +2 പരീക്ഷ കഴിഞ്ഞ് ഏപ്രിൽ മാസത്തേക്കാണ് അവരുടെ ഒരു എന്താ പറയുക, ആ ഒരു ഭയങ്കര ഫ്രീ ആയിട്ട് പരീക്ഷ എഴുതാം എന്നുള്ള ചിന്താഗതി വരും. അപ്പോൾ ഈ പറയുന്ന ജനുവരി 24 തൊട്ട് അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ല എന്ന് തന്നെയാണ് പറയുന്നത്. കുറെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഞാനൊന്ന് വെറുതെ എഴുതി നോക്കട്ടെ എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ വെരി ലക്കിയാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആദ്യത്തെ അറ്റംപ്റ്റില് ആദ്യത്തെ ആ ജനുവരി 24 തൊട്ട് നമ്മൾ ഫെബ്രുവരി 1 വരെയുള്ള ഷിഫ്റ്റില് കയറി കൂടാനായിട്ട് പറ്റും. ഒന്ന്, നമ്മൾ ആഞ്ഞ് പ്രയത്നിക്കണം എന്ന് മാത്രമാണ് അതിൻ്റെ ഒരു റിക്വയർമെന്റ് ആയിട്ട് നമുക്ക് വരുന്നുള്ളൂ. അപ്പൊ കൃത്യം കുറച്ച് ദിവസങ്ങളാണല്ലോ. ഇന്നിപ്പോ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞ് ജനുവരി 1 സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ 24ാമത്തെ ദിവസം തൊട്ട് നമ്മുടെ കൗണ്ട് ഡൗൺ ആണ്. അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടഫായിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ വിട്ട് കളയാം. എളുപ്പമുള്ള ഭാഗം ഏതാണോ അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഈ പറയുന്ന എക്സാം സെന്റേഴ്സിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. നമുക്ക് കേരളത്തിൽ നോക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജില്ലകളിലും, അതായത് 14 ജില്ലകളിലും നമുക്ക് എക്സാമിനേഷൻ സെന്റർ ഉണ്ട്. ഇതിന് പുറമെ നമുക്ക് വേറെ 3 സെന്ററുകൾ, കൂടുതൽ ആളുകളുടെ തിരക്ക് അനുഭവപ്പെടുന്ന ചെങ്ങന്നൂർ, അങ്കമാലി, മൂവാറ്റുപുഴ, ഈ 3 ഭാഗത്തും ഉണ്ട്. അപ്പൊ തൃശ്ശൂർ ജില്ലയിലുള്ള ആൾക്കാർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി എന്ന് പറയുന്നത് നിയറസ്റ്റ് ഓപ്ഷനാണ്. അപ്പൊ അങ്ങനെ 17 കേന്ദ്രങ്ങളിലാണ് ഈ എക്സാം നമ്മൾ കേരളത്തിൽ നടത്തപ്പെടുന്നത്. മാത്രമല്ല 13 ലാംഗ്വേജിൽ ഈ പരീക്ഷ എഴുതാം. മലയാളം ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ നമുക്ക് മലയാളം ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്യണം എന്ന് താല്പര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും ഓപ്റ്റ് ചെയ്യാൻ പറ്റും. സാധാരണയായിട്ട് നമ്മൾ 90 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് ആണ് ജനറൽ കാറ്റഗറിക്ക്. EWSന് 75, OBC 73, SC 51 ആൻഡ് ST 37. അപ്പൊ അങ്ങനെ SC അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരുടെയും ഒരു കട്ട് ഓഫ് പാറ്റേൺ ആണ് പറയുന്നത്. ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത് 90 ആണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് മൈൻഡിൽ വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ JEE അപ്പെക്സ് ബോർഡ് എന്ന് പറയുന്ന ആ ബോർഡ് ഈ പറയുന്ന ഒരു JEE എക്സാമിനേഷന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അയ്യോ അവരുടെ ജീവിതം പോയി, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സാധാരണയായിട്ട് ന്യൂ ഇയറിന് ഒരു വീഡിയോ കണ്ടതാണ്. ഒരു ആളുടെ അടുത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ പറയാണ്, എന്ത്, ഒരു പുതിയ വർഷം വരാണ്, പഴയ വർഷം പോയി. നിങ്ങൾക്ക് പല പുതിയ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാവും. പഴയ തീരുമാനങ്ങൾ നിങ്ങൾ മാറ്റും, എല്ലാം ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, എൻ്റെ സ്വഭാവം മാറ്റാൻ തന്നെ നോക്കണ്ട. അപ്പൊ ആ പറയുന്ന പോലെ എന്തുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും എഴുതാൻ വരുന്ന കാൻഡിഡേറ്റുകൾ ഈ പറയുന്ന എത്ര കുട്ടികളാണോ, കഴിഞ്ഞ കൊല്ലം 14 ലക്ഷം കുട്ടികളൊക്കെ എഴുതിയിട്ടുള്ള പരീക്ഷ എന്ന് പറയുന്നു. അപ്പൊ അത്രയധികം പിള്ളേര് പരീക്ഷ എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവർക്കും ഇതെന്താണ്, ഒരു പുതിയ ഒരു എക്സ്പീരിയൻസ് ആണ്. IIT-യിലാവാം, NIT-യിലാവാം, അതുപോലെ CFTA എന്ന് പറയും, സെൻട്രലി ഫണ്ടഡ്
ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, IIIT പോലെയുള്ള സ്ഥാപനങ്ങൾ, ഇവിടേക്കൊക്കെ നമുക്ക് എന്തുണ്ടാവുന്നു, നമുക്കിവിടെ അഡ്മിഷൻ കിട്ടാണ്. ഇതിൻ്റെ എത്ര പ്രാവശ്യം പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യാം, എത്ര ശതമാനം +2 മാർക്ക് വേണം എന്നൊക്കെയും പലരും ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. +2 75%, 75% ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പരീക്ഷ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാനിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് 75%, അത് നമ്മുടെ റിസൾട്ട് വരുമ്പോൾ 75% ഉണ്ടായിരിക്കണം, ഇല്ല എങ്കിൽ നമുക്ക് സീറ്റ് കിട്ടാനുള്ള പ്രയാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് ഈ പരീക്ഷ 3 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ എഴുതാം. അതായത് ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടി 18 വയസ്സാണ്, അപ്പോൾ 18, 19, 20 അങ്ങനെ 3 അറ്റംപ്റ്റ് ആയിട്ട് 6 പരീക്ഷകൾ അവർക്ക് എഴുതാനായിട്ട് പറ്റും. മുമ്പ് പറഞ്ഞ പോലെ +2 75% വേണം. ഇത് തന്നെ SC/ST സ്റ്റുഡൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 65% മാത്രം മതി. അപ്പോൾ ഈ എക്സാം എന്ന് പറയുമ്പോൾ 75 ചോദ്യമുണ്ട്. ഇനി ടൈം മാനേജ്മെന്റിന്റെ പാർട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 75 ചോദ്യമുണ്ട്. നമ്മുടെ ഈ എക്സാം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്, 150 മിനിറ്റ് ആണ്. അപ്പൊ നമ്മൾ 75 × 3 എന്ന് പറഞ്ഞാൽ 150 ആണ് പറഞ്ഞത് അല്ലേ. അപ്പൊ ഏകദേശം 3 മിനിറ്റിൽ കുറച്ച് കൂടുതൽ, നമുക്ക് 3 മിനിറ്റ് തന്നെ വയ്ക്കാം. 3 മിനിറ്റ് ഒരു ചോദ്യത്തിന് നമ്മൾ ക്രാക്ക് ചെയ്യാനായിട്ട് നോക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പൊ മറ്റുള്ള പരീക്ഷകൾ ഇപ്പൊ നീറ്റൊക്കെ ആണെങ്കിൽ 150 ചോദ്യം 150 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് ആണല്ലോ. അപ്പൊ ഇവിടെ ഒരു ചോദ്യത്തിന് നമുക്ക് 3 മിനിറ്റിനെക്കാട്ടും കുറച്ച് കൂടുതലുണ്ട് അല്ലേ. അപ്പൊ നല്ല രീതിയിൽ ചിന്തിച്ച് കാൽക്കുലേഷൻസ് പാർട്ടൊക്കെ നന്നായി അറിഞ്ഞാൽ തന്നെയാണ് നമുക്ക് ഈ 50% എന്ന് പറയുന്ന ഒരു കടമ്പ കയറാനായിട്ട് പറ്റും. അപ്പൊ NITസിലേക്ക് നോക്കുന്ന ആൾക്കാര് 50% മതിയിലോ, അത് കാരണം കൊണ്ട് പകുതി പഠിച്ചാൽ മതി എന്നുള്ള ഒരു മിഥ്യാധാരണയൊന്നും പാടില്ല കേട്ടോ. പലരും അങ്ങനെ പറയാം. 100% എന്ന് പറയുമ്പോൾ 100% പഠിക്കണം, 50% എന്ന് പറയുമ്പോൾ 50% പഠിച്ചാൽ മതി, അപ്പൊ +2 മാത്രം പഠിച്ചാൽ മതി, അങ്ങനത്തെ ഒരു ചിന്താഗതി പാടില്ല. അപ്പൊ നിങ്ങള് സബ്ജക്റ്റുകള് നല്ല രീതിയിൽ നിങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഈ പറയുന്ന JEE എക്സാം എന്ന് പറയുന്നത് ഒരു കാണാക്കനി അല്ലെങ്കിൽ കിട്ടാക്കനിയാണ് എന്നുള്ള തെറ്റായിട്ടുള്ള ഒരു അവബോധം പലരും വെച്ചിട്ടുണ്ടെങ്കിൽ അത് റോങ് ആണ്. നമ്മൾക്കും സാധിച്ചെടുക്കാൻ പറ്റും. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പോലും സാധ്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ട്രൈ ടു കോൺസെൻട്രേറ്റ്, ട്രൈ ടു ഫോക്കസ് ഓൺ യുവർ ആക്ടിവിറ്റീസ്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ ഒരു കോർ കോൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുകയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, മാത്സ് എന്ന് പറയുമ്പോൾ ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ലോഗരിതം എടുക്കുന്ന ഭാഗം, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള മാത്സ് എന്ന് പറയുന്നതിൽ നിങ്ങളുടെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് സ്ട്രോങ് ആക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കണ്ടമാനുണ്ട് ഇല്ലേ. കഴിഞ്ഞൊരു 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് കിട്ടും. കാരണം ഓരോ വർഷം 2 സെറ്റ് പേപ്പറാണ് വരുന്നത് അല്ലേ. അത് തന്നെ പല നമുക്ക് ABCD എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല തരത്തിലും ഫ്ലേവേഴ്സും ഉണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഡൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് കിട്ടും. നല്ല രീതിയിൽ ഒരു അനാലിസിസ് പാർട്ടൊക്കെ നിങ്ങൾ നോക്കുക. എന്നാൽ മാത്രമാണ് നമുക്കിതിലേക്ക് നല്ല രീതിയിൽ കയറി നമുക്ക് റിസൾട്ട് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനായിട്ട് പറ്റുക. സോ I request my friends to hit the target, score more marks. All the very best for my future engineers. Bye.